അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി മീൻ മുളകിട്ട് ഉണ്ടാക്കാവേ. അപ്പോൾ അതിനായിട്ട് ചട്ടി ചൂടായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂണോളം കൊച്ചുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാവേ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി അത് മിക്സ് ചെയ്ത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവേ. കണ്ടില്ലേ, ഈ ഒരു പരിവാകുമ്പോഴത്തേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. കരിയാതെ നോക്കണേ. നമ്മൾ എപ്പോഴും മുളകും മല്ലി ഇടുമ്പം എപ്പോഴും പറ്റുന്നൊരു അബദ്ധമാണ് കരിഞ്ഞു പോകുന്നത്. ഇത്രയും സൂക്ഷിച്ച് വേണം അത് ചെയ്യാനായിട്ട്. ഇനി എന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാവേ. തിളപ്പിച്ച് ഒരു തിള വരുമ്പോൾ നമ്മുടെ മീൻ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. കണ്ടില്ലേ, ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളയ്ക്കുന്നിടം വരെ കണ്ടില്ലേ ഇങ്ങനെ തിളച്ചൊന്ന് കുറുകി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാവേ. എന്നിട്ട് നമ്മുടെ മീൻ കഷ്ണം ഇവിടെ ഇട്ട് കൊടുക്കാവേ. ഇത് ആറ്റുമീനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇവിടെ ഈ മീൻ പറയുന്നത് തൂളി എന്നാണ്. ഇതിലേക്കൊരു 4 കഷ്ണം കൊടമ്പുളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാവേ. കൊടമ്പുളി ഇടുന്നതിൻ്റെ ഫുട്ടേജ് മിസ്സായി. കൊടമ്പുളി ഇടാതിരിക്കാൻ മറക്കല്ലേ. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാവേ. തിളച്ച് വറ്റി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മുകളിൽ ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്